സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് മദീനയിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു തരണം, ഖുർആന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ അയച്ചു തരണമെന്ന് മദീനക്കാര് തങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ആവശ്യപ്പെട്ടപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചത് സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പരിഗണിക്കാനുള്ള കാരണം മഹാനവർകൾ ഖുർആനുമായി വലിയ പാണ്ഡിത്യമുള്ള മഹാനാണ്. മദീനക്കാര് വിളിച്ചിരുന്നത് തന്നെ മുഖ്രിഉൽ മദീന എന്നാണ്. മുഖ്രി, ഓതിപ്പഠിപ്പിക്കുന്ന ആള്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. പിന്നെ ആ പേര് പുള്ളിയുള്ള കാഫൊക്കെ ഉച്ചരിക്കാൻ പ്രയാസമായപ്പോ പിന്നെ അത് കുറെ മുക്രിയായി മാറി. മുക്രി ആണത്. ഓത്തുപള്ളിയിലെ ഉസ്താദ് എന്നാണ് പഴയ കാലത്ത് അതിൻ്റെ അർത്ഥം. പഴയ കാലത്ത് ഓത്തുപള്ളിയിലെ ഉസ്താദുമാരാണ്. അന്ന് മദ്രസ സംവിധാനമൊന്നുമില്ല. ഓത്തുപള്ളിയിലെ ഉസ്താദ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ചില തറവാടുകൾക്ക് വരെ പേരങ്ങനെ വന്നു, മുക്രിക്കാൻ്റെ അകത്ത് നിന്ന്. അവിടെ ഒരു മുക്രി ഉണ്ടാകും, ഓതിപ്പഠിപ്പിക്കുന്ന ഒരാള്. അത് ചിലപ്പോൾ ഒരു പക്ഷേ മൂന്നാമത്തെ വാപ്പ അല്ലെങ്കിൽ നാലാമത്തെ വാപ്പയൊക്കെ ആയിരിക്കും. ആ ഉപ്പ ജീവിച്ച വീടായിരിക്കും ആ വീട്. അപ്പൊ ആ വീടിന് അങ്ങനെ പേരിട്ടത്. വേറെ എന്തെല്ലാം പേരുണ്ട്, പക്ഷെ അഫ്ളലായ പേരതാ. ഇപ്പോഴും ആ പേര് നിൽക്കുന്നു. ഉപ്പ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ആരും ഉണ്ടാകൂല, മുക്രിയൊന്നും ആരും ഉണ്ടാകൂല, മുക്രിയും ഉണ്ടാകൂല. പക്ഷെ പഴയ പേര് നിലനിർത്തിയിട്ട് അങ്ങനെ ബഹുമാനത്തോടെ ഇപ്പോഴും മുക്രിക്കാൻ്റെ അകത്ത് നിന്നാണ് അഡ്രസ്സിലുള്ളത്. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. അത് ഖുർആനുമായി ബന്ധപ്പെട്ട് മദീനക്കാർക്ക് വലിയ അറിവ് പകർന്നു നൽകിയ മുസ്അബ് റളിയല്ലാഹു അൻഹു മുഖ്രിഉൽ മദീന എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മക്കയിൽ വലിയ ധനാഢ്യനായി ജീവിച്ചിരുന്ന മഹാൻ മദീനയിലേക്ക് ഹിജ്റ പോയതോടുകൂടെ മഹാനവർകൾ ഹിജ്റ പോകുമ്പോൾ സമ്പന്നനായ പിതാവ് ഉമൈർ ഒന്നും കൊണ്ടുപോകാൻ അയച്ചില്ല. ഉടുത്ത ഒരു വസ്ത്രം, വേറെ ഒന്നും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഉപകരിച്ചിരുന്ന രണ്ടാമത്തെ ഒരു കൂട്ടം വസ്ത്രം കൂടി കൊടുത്തില്ല. പക്ഷേ മുസ്അബ് റളിയല്ലാഹു അൻഹു വളരെ ക്ഷമാപൂർവം മദീനയിലെത്തി. വലിയ ലാഭമാണ് മഹാനവറുകൾക്കുണ്ടായത്. ഒരുപാട് ആളുകളെ ഖുർആൻ പഠിപ്പിച്ച് ശിഷ്യഗണങ്ങളായി സ്വീകരിക്കാനുള്ള ഭാഗ്യം. അത് ചെറിയ ഭാഗ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോഴേക്ക് മദീനയിലുള്ള ആണും പെണ്ണും മിക്ക ആളുകളും ഖുർആൻ ഓത്തും ആശയങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം കിട്ടി. അപ്പോ ഖുർആനുമായുള്ള ബന്ധം അത് കൂടുതലാക്കാനുള്ള വലിയൊരു വഴിയാണ് പരിശുദ്ധ ഖുർആനിന്റെ പഠനം.